ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാഴ്സിംഗ് ആണ് ആൻഡ് ഇറ്റ്സ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പം നമുക്കറിയാം കമ്പൈലറിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സിൻടാക്സ് അനലൈസർ ആണ് അല്ലെങ്കിൽ പാഴ്സർ ആണ്. അപ്പം അതിൽ തന്നെ ഒരുപാട് പാഴ്സിംഗ് ടെക്നിക്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ സെക്ഷനിൽ എന്താണ് പാഴ്സിംഗ്, അതേപോലെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ എന്താണ് എന്നൊക്കെ നോക്കാം. Okay, first of all, what is parsing? It is the process of analyzing a continuous stream of input in order to determine its grammatical structure with respect to a given formal grammar. അതായത് പാസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പം ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഇൻപുട്ടിനെ അനലൈസ് ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഫോർമൽ ഗ്രാമർ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാഴ്സിംഗ് എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ടു ഡിറ്റർമിൻ വെദർ ദ സ്റ്റാർട്ട് സിമ്പിൾ ക്യാൻ ഡിറൈവ് ദ പ്രോഗ്രാം ഓർ നോട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രാമർ, ഗ്രാമറിനെ എത്ര ടപ്പിൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഗ്രാമർ ഡിറൈവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പൊ നമുക്കറിയാം VTSP, ദാറ്റ് ഈസ് 4 ടപ്പിൾസ് ആയിട്ടാണ് ഗ്രാമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ടെർമിനൽസ് ഉണ്ട്, നോൺ ടെർമിനൽസ് ഉണ്ട്, പ്രൊഡക്ഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു സ്റ്റാർട്ട് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പാഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ടു ഡിറ്റർമിൻ വെദർ ദ സ്റ്റാർട്ട് സിമ്പിൾ ക്യാൻ ഡിറൈവ് ദ പ്രോഗ്രാം ഓർ നോട്ട്. സ്റ്റാർട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാഴ്സിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ പാഴ്സിംഗ് ഈസ് സക്സസ്ഫുൾ ദെൻ ദ പ്രോഗ്രാം ഈസ് എ വാലിഡ് പ്രോഗ്രാം, അതർവൈസ് ദ പ്രോഗ്രാം ഈസ് ഇൻവാലിഡ്. അപ്പം പാഴ്സിംഗ് സക്സസ്ഫുൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ സ്റ്റാർട്ട് സിമ്പിളിനെ കൊണ്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഒരു വാലിഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്തായിരിക്കും, ആ പ്രോഗ്രാം ആ ഒരു സ്ട്രിങ് ഇൻവാലിഡ് ആയിരിക്കും. അപ്പം ഈ പാഴ്സിംഗ് ജനറലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ പാഴ്സിങ്ങും അതേപോലെ ബോട്ടം അപ്പ് പാഴ്സിങ്ങും. അപ്പം എന്താണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ് നോക്കാം. എ പാഴ്സർ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റാർട്ട് സിമ്പിൾ ആൻഡ് ട്രൈ ടു ട്രാൻസ്ഫോം ഇറ്റ് ടു ദ ഇൻപുട്ട് സ്ട്രിങ്. ദാറ്റ് മീൻസ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. അപ്പം ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും. അപ്പം അവിടെ പാഴ്സർ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റാർട്ട് സിമ്പിൾ. അപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും, സ്റ്റാർട്ട് സിമ്പിളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ട്രാൻസ്ഫോം ഇറ്റ് ടു ദ ഇൻപുട്ട് സ്ട്രിങ്. ദാറ്റ് മീൻസ് ഇതിന് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എ പാഴ്സ് ട്രീ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്റ്റാർട്ട് സിമ്പിൾ ഓഫ് ഗ്രാമർ ആൻഡ് റീച്ച് ദ ഇൻപുട്ട് സ്ട്രിങ്. അപ്പം ഒരു സ്റ്റാർട്ടിംഗ് സിമ്പിളിൽ തുടങ്ങി അതിന്റെ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് റീച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിംഗ് എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് എപ്പോഴും സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും, അത് റീച്ചസ് ടു ദ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് അത് റീച്ച് ചെയ്യും. അതാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. ടോപ്പ് ടു ഡൗൺ, ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സിമ്പിൾ ടു ഇൻപുട്ട് സ്ട്രിങ്, അതാണ് ടോപ്പ് ഡൗൺ പാഴ്സിംഗ്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിക്കർസീവ് ഡിസെൻഡ് ആൻഡ് LL പാഴ്സേഴ്സ് ആണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് പാഴ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, നേരെ ടോപ്പ് ഡൗൺ പാഴ്സിംഗിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ബോട്ടം അപ്പ് പാഴ്സിംഗ്. ദാറ്റ് മീൻ എ പാഴ്സർ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ഇൻപുട്ട് ആൻഡ് attempt to rewrite it into the start symbol. Okay, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ പ്രസിഡന്റ് പാഴ്സർ ആൻഡ് LR പാഴ്സേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് അവിടെ ഒരു പാഴ്സ് ട്രീ എന്താന്ന്, ഇതൊക്കെ മെയിൻ ആയിട്ട് ഈ പാഴ്സിംഗ് ഒക്കെ പറയുന്നത് ഒരു പാഴ്സ് ട്രീ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ പാഴ്സ് ട്രീ എന്താന്നൊക്കെ നമ്മൾ TOCയിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ജനറൽ ആയിട്ട് എന്താണ് ഒരു പാഴ്സ് ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഡെറിവേഷൻ ഓർ ഡിഡക്ഷൻ ഈസ് കോൾഡ് പാഴ്സ് ട്രീ. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഡെറിവേഷൻ. അപ്പം ഒരു ഗ്രാമർ തന്നിട്ട് നമ്മൾ അതിലെ ഒരുപാട് ഒരു സ്റ്റാർട്ട് സിമ്പിൾ, പ്രൊഡക്ഷൻ റൂൾസ് ഒക്കെ തന്നിട്ട് നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ നമുക്കറിയാം. അപ്പം ആ ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു സ്റ്റെപ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാഴ്സ് ട്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാഴ്സ് ട്രീനെ നമുക്ക് ഡെറിവേഷൻ ട്രീ എന്നും പറയാം. ഈ പാഴ്സ് ട്രീന്റെ കേസിൽ നോഡ്സ്, ഈച്ച് ഇന്റീരിയർ നോഡ്സ്, ഈ പാഴ്സ് ട്രീയുടെ നോഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, നോൺ ടെർമിനൽസിനാണ്. നോൺ ടെർമിനൽസ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾസ്. ആ വേരിയബിൾസിനെ നോൺ ടെർമിനൽസ് ആണ് പറയുന്നത് നമുക്കറിയാം, നമ്മൾ TOC പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്റീരിയർ നോഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് നോൺ ടെർമിനൽസും ആ പാഴ്സ് ട്രീയുടെ ചിൽഡ്രൻസ് നോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, റൈറ്റ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് ടെർമിനൽസ് അല്ലെങ്കിൽ നോൺ ടെർമിനൽസിനെ റെപ്രസെന്റ് ചെയ്യും. അതാണ് പാഴ്സ് ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് പാഴ്സ് ട്രീ എന്ന്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്
ടോപ്പ് ഡൗൺ പാഴ്സിങ്ങിന്റെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാഴ്സിങ് എന്താണെന്ന് ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ടോപ്പ് ഡൗൺ പാഴ്സിങ്ങും ബോട്ടം അപ്പ് പാഴ്സിങ്ങും. അപ്പൊ നമുക്ക് ഈ ടോപ്പ് ഡൗൺ പാഴ്സിങ് എന്താണെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ടോപ്പ് ഡൗൺ പാഴ്സിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് തുടങ്ങിയിട്ട് അത് റീച്ചിങ് ദ ഇൻപുട്ട് സ്ട്രിംഗിൽ റീച്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പാഴ്സിങ് എന്ന് പറയുന്നത്. അപ്പം it can be viewed as an attempt to find the leftmost derivation of an input string or an attempt to construct a parse tree for the input string from the root to the leaves. സ്റ്റാർട്ട് സിമ്പിൾ നിന്ന് തുടങ്ങുക അല്ലെങ്കിൽ റൂട്ട് സിമ്പിളിന് തുടങ്ങിയിട്ട് റൂട്ട് നോഡിൽ നിന്നും തുടങ്ങിയിട്ട് അതിന്റെ ചിൽഡ്രൻസിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് സ്ട്രിങ്ങിലേക്ക് റീച്ച് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ടോപ്പ് ഡൗൺ പാസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പ് ഡൗൺ പാസിങ്ങിനെ മെയിൻ ആയിട്ട് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പ് ഡൗൺ പാസിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒന്ന് വിത്ത് ബാക്ക് ട്രാക്കിങ്ങും വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങും ആണ്. അപ്പം എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങിൽ വരുന്ന കേസുകളാണ് ഒന്ന് റിക്കർസീവ് ഡിസെന്റ് പാസിങ്ങും അതേപോലെ നോൺ റിക്കർസീവ് ഡിസെന്റ് പാസിംഗ്, ദാറ്റ് മീൻസ് LL of 1. അപ്പം അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഒരു റിക്കർസീവ് ഡിസെന്റ് പാസിംഗ് എന്ന് നോക്കാം. Okay, recursive descent parsing എന്ന് പറഞ്ഞാല് is a top-down parsing techniques that construct the parse tree from the top and the input is read from left to right. അപ്പം recursive descent parsing എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ പാസിംഗിൽ വരുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലായി. അപ്പം ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ പാസിംഗ് ടെക്നിക് ആണ്. അപ്പം ടോപ്പ് ഡൗൺ പാസിംഗ് ടെക്നിക്സ് എന്താണെന്ന് again പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു പാഴ്സ് ട്രീ ക്രിയേറ്റ് ചെയ്യുക, ഒരു പാസ് ട്രീ ക്രിയേറ്റ് ചെയ്യുക, അതാണ് അതിന്റെ മെയിൻ എയിം. അപ്പം ദ ടെക്നിക്സ് ദാറ്റ് കൺസ്ട്രക്ട് എ പാസ് ട്രീ ഫ്രം ദ ടോപ്പ്, അതായത് ടോപ്പ് ടു ഡൗണില് അതിന്റെ പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നു. എന്നിട്ട് പാസ് ട്രീ കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ പാസ് ട്രീയിലുള്ള ഇൻപുട്ട് സ്ട്രിങ് ഇല്ലേ, നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ ഇൻപുട്ട് സ്ട്രിങ് നമ്മൾ എപ്പോഴും റീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റിലോട്ടായിരിക്കണം. അത് നമുക്കറിയാം, നമ്മൾ പാസ് ട്രീ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് TOCയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ആയിരിക്കണം നമ്മൾ എപ്പോഴും ആ ഇൻപുട്ടിനെ റീഡ് ചെയ്യേണ്ടത്. Then second point, it uses the procedures for every terminals and non-terminal entity. This parsing techniques recursively passes the input to make a parse tree which may or may not require backtracking. That means whatever the productions are there, every terminals and non-terminals entities used in recursive descent parsing. That means അവിടെ എന്ത് പ്രൊഡക്ഷൻസ് ആണോ ഉള്ളത്, ആ എന്ത് പ്രൊഡക്ഷൻസ് ആയാലും അതൊക്കെ എല്ലാ ടെർമിനൽസിലും നോൺ ടെർമിനൽസ് എൻറ്റിറ്റീസിലും നമ്മൾ യൂസ് ചെയ്യും. ഏതിൽ റിക്കർസീവ് ഡിസെന്റ് പാസിങ്ങിന്റെ കേസിൽ അവിടെ എന്ത് പ്രൊഡക്ഷൻസ് ആണ് ഉള്ളത് ആ എവരി ടെർമിനൽസിലും നോൺ ടെർമിനൽസിൽ എൻറ്റിറ്റിയിലും നമ്മൾ അത് യൂസ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ദിസ് പാസിംഗ് ടെക്നിക്സ് റിക്കർസീവ്ലി പാസസ് ദ ഇൻപുട്ട്. നമ്മളൊരു ഇൻപുട്ട് ചൂസ് ചെയ്യല്ലോ, നമ്മളൊരു ഇൻപുട്ട് ചൂസ് ചെയ്തിട്ട് അതിന്റെ കേസിലാണല്ലോ നമ്മളൊരു പാസ് ട്രീനെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം ആ ഇൻപുട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ഇൻപുട്ടിന് നമ്മൾ എന്ത് ചെയ്യും, റിക്കർസീവ്ലി പാസ്ഡ് ചെയ്യും. എന്തിന്? ഫോർ പ്രിപ്പയറിംഗ് എ പാസ് ട്രീ വിത്തൗട്ട് ബാക്ക് ട്രാക്കിങ്ങിന്റെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ വിത്തൗട്ട് ബാക്ക് ട്രാക്കിംഗ് ഇല്ലാണ്ടെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻപുട്ടിനെ റിക്കർസീവ്ലി പാസ് ചെയ്തിട്ട് ഒരു പാസ് ട്രീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാസ് ട്രീനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ടിപ്പിക്കലി ടോപ്പ് ഡൗൺ പാസേഴ്സ് ആർ ഇംപ്ലിമെന്റഡ് ആസ് എ സെറ്റ് ഓഫ് റിക്കർസീവ് ഫംഗ്ഷൻ ദാറ്റ് ഡിസെൻഡ് ത്രൂ എ പാസ് ട്രീ ഫോർ എ സ്ട്രിംഗ്. ദിസ് അപ്രോച്ച് ഈസ് നോൺ ആസ് റിക്കർസീവ് ഡിസെൻഡ് പാസിംഗ്. ജനറൽ ആയിട്ട് എന്താണ് റിക്കർസീവ് ഡിസെൻഡ് പാസിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഒരു ടോപ്പ് ഡൗൺ പാസർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരു ടോപ്പ് ഡൗൺ പാസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിന്റെ പാസ് ട്രീനെ ഡിസെൻഡിങ് ഓർഡറിൽ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ റിക്കർസീവ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടോ ആണ് ഒരു ടോപ്പ് ഡൗൺ പാസിനെ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്, റിക്കർസീവ് ഡിസെൻഡ് പാസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് LL of k പാഴ്സിംഗ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് LL of k പാഴ്സിംഗ്. LL of k. ഓക്കെ, LL of Kയില് the first L എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് അറിയോ? the first L stand for left to right. ഫസ്റ്റ് L സ്റ്റാൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റിലേക്കും, ആൻഡ് ദ സെക്കൻഡ് L സ്റ്റാൻഡ് ഫോർ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഡെറിവേഷനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, LMD RMD പാസ് ട്രീയും. അതിൽ LMD RMD ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടാവും, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ടാവും, നമുക്കറിയാം, TOCയിൽ നമ്മൾ കണ്ടു. അതിൽ ഫസ്റ്റ് L സ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കണം, ലെഫ്റ്റ് മോസ്റ്റ്
സോറി ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫസ്റ്റ് എൽ സ്റ്റാൻഡ് ചെയ്യുന്നത്. അതേപോലെ സെക്കൻഡ് എൽ സ്റ്റാൻഡ് ഫോർ ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ആൻഡ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സിമ്പൽ ലുക്ക് അറ്റ്. ദാറ്റ് മീൻസ് ലുക്ക് അറ്റ് സിമ്പലിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കെ എന്ന് പറയുന്നത്. അപ്പം ലുക്ക് അറ്റ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കെക്ക് ഞാനൊരു നമ്പർ അസൈൻ ചെയ്യാം. ഞാൻ കെ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. കെ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പം ആ ഇക്വേഷൻ എന്തായി മാറും? എൽ എൽ ഓഫ് കെക്ക് പകരം അവിടെ 1 കൊടുക്കുമ്പം എൽ എൽ ഓഫ് 1 ആയിട്ട് മാറും. അപ്പം അവിടെ ഞാൻ കെക്ക് പകരം ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് സിംഗിൾ സിമ്പിൾ ലുക്ക് ഹെഡ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1 ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് സിംഗിൾ സിമ്പിൾ ലുക്ക് ഹെഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇതിനെ എൽ എൽ ഓഫ് 1 എന്ന് എൽ എൽ ഓഫ് 1 പാഴ്സർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ കെക്ക് പകരം 2 ആണ് കൊടുത്തെങ്കിൽ എൽ എൽ ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് അതിനെ കോൾ ചെയ്യാം. എൽ എൽ ഓഫ് 2 പാഴ്സർ എന്ന് പറഞ്ഞിട്ട് അതിനെ കോൾ ചെയ്യാൻ പറ്റും. Therefore a parser using the single symbol lookup, that means കെക്ക് പകരം 1 ആണ് കൊടുത്തതെങ്കിൽ and top down passing without backtracking ഉണ്ടാവരുത്. അതേപോലെ കെക്ക് പകരം അവിടെ സിംഗിൾ സിമ്പിൾ ലുക്ക് ഹെഡ് ആണ് കൊടുത്തതെങ്കിൽ അതിനെ എൽ എൽ ഓഫ് 1 പാഴ്സർ എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്നും പറയാൻ പറ്റും. ദാറ്റ് ഈസ് എന്താണ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് നോക്കാം. എ ഫോം ഓഫ് റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ബാക്ക് ട്രാക്കിംഗ് ഈസ് നോൺ ആസ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്. ഇപ്പം ബാക്ക് ട്രാക്കിംഗ് എന്താ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കുന്നുണ്ട്. ഇപ്പം ഒരു റിക്കർസീവ് ഡിസെന്റ് പാഴ്സിംഗിൽ നമുക്ക് ബാക്ക് ട്രാക്കിങ്ങിന്റെ ആവശ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡസ് നോട്ട് റിക്വയർ എനി ബാക്ക് ട്രാക്കിങ്ങിന്റെ ആവശ്യമില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്ന് പറയാൻ പറ്റും. അതിന് ഓൾസോ നോൺ ആസ് പ്രെഡിക്റ്റീവ് പാഴ്സിംഗ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റില് എന്താണ് ബാക്ക് ട്രാക്കിംഗ് ഒന്ന് നോക്കാം.